UDF ഭരണകാലത്തെ പരിഹസിച്ചും LDF സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞും സർക്കാർ പരസ്യം പ്രസിദ്ധീകരിച്ചത് ഇന്നത്തെ ദിനപത്രങ്ങളിലെ ഒന്നാം പേജിൽ ഉൾപ്പെടെ. സാമ്പത്തിക പ്രതിസന്ധി കാലത്തെ പരസ്യം സർക്കാർ ദൂർത്തെന്ന് പ്രതിപക്ഷം. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഹീനമായ പ്രചരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് VD സതീശൻ. J. സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമവുമായി CPM. സുധാകരനെ ഫോണിൽ വിളിച്ച് MV ഗോവിന്ദൻ. G. സുധാകരൻ പാർട്ടിയെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. G. സുധാകരനെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ CPM സംസ്ഥാന സമിതി തിരുവനന്തപുരത്ത്. ജില്ലാ ഘടകത്തിനെതിരെ വിമർശനവുമായി പാലക്കാട്ടെ വിമത കൺവെൻഷനിൽ PK ശശി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവില്ല. ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം തുടർന്ന് ഇറാന്റെ മിസൈൽ ഡ്രോൺ ശേഷി നശിപ്പിക്കാൻ അമേരിക്കയും ഇസ്രയേലും. ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധാധികാരം കുറയ്ക്കാനുള്ള പ്രമേയം തള്ളി അമേരിക്കൻ സെനറ്റ്. ഡെമോക്രാറ്റുകൾ കൊണ്ടുവന്ന പ്രമേയം പരാജയപ്പെട്ടത് 47-നെതിരെ 53 വോട്ടുകൾക്ക്. വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തങ്ങുന്നവരുടെ ഓവർസ്റ്റേ ഫൈൻ ഒഴിവാക്കുമെന്ന് UAE. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. റിപ്പോർട്ട് സമർപ്പിച്ചത് കോടതി അനുവദിച്ച സമയം ഇന്ന് അവസാനിക്കാനിരിക്കെ. T20 ലോകകപ്പിന്റെ രണ്ടാം സെമിയിൽ ഇന്ത്യ-ഇംഗ്ലണ്ട് പോരാട്ടം. മത്സരം രാത്രി 7 മണി മുതൽ മുംബൈയിൽ. ജയിക്കുന്ന ടീമിന് ഫൈനലിൽ എതിരാളി ന്യൂസിലാൻഡ്. J. സുധാകരനെ അനുനയിപ്പിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സുധാകരനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടാണ് ചിരിച്ചതെന്നും വ്യക്തിപരമായി ആക്ഷേപിച്ചതല്ലെന്നും MV ഗോവിന്ദൻ അറിയിച്ചു. മാധ്യമങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുകയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മെമ്പർഷിപ്പ് പുതുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം മെമ്പർഷിപ്പ് പുതുക്കില്ലെന്ന നിലപാട് പാർട്ടി സെക്രട്ടറിയോടും സുധാകരൻ ആവർത്തിച്ചു. വിവരങ്ങളുമായി അജയ് നാഥ് ചേരുന്നുണ്ട്. അജയ്, പാർട്ടി സെക്രട്ടറി നേരിട്ട് വിളിച്ചിട്ടും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് G. സുധാകരൻ. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ ത്തിരിക്കുന്ന സമയമാണ്. G. സുധാകരൻ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുമ്പോൾ പാർട്ടിക്കും അത് ക്ഷീണമാണ്. ഇനിയും അനുനയ ശ്രമത്തിനല്ലേ പാർട്ടി ശ്രമിക്കുക? തീർച്ചയായും അനുനയിപ്പിക്കാൻ തന്നെയാണ് പാർട്ടി നേതൃത്വത്തിന്റെ നീക്കം. അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് സുധാകരനെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനമായി ഈ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒപ്പം R. നാസർ, CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ, ഇവർ രണ്ടു പേർക്കെതിരെയാണ് പരസ്യമായി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചത്. അതായത് തനിക്ക് ജില്ലയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ നിരവധിയായിട്ടുള്ള അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്നു. പക്ഷേ ആ ഘട്ടത്തിലെല്ലാം പരാതി നൽകിയിട്ടും ഒരു നടപടി പാർട്ടി എന്ന നിലയിൽ ഉണ്ടായിട്ടില്ല. ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും തനിക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ട് എന്നെല്ലാം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു സുധാകരന്റെ പോസ്റ്റ്. അതിനുശേഷമാണ് ഈ നേതൃത്വം ഇത്തരത്തിലേക്കൊരു പ്രസ്താവന നടത്തുകയും സുധാകരനെ ബന്ധപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. R. നാസറും ഒപ്പം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സുധാകരനെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പോലും തൻ്റെ നിലപാടിൽ വെള്ളം ചേർക്കാൻ സുധാകരൻ തയ്യാറായിട്ടില്ല. അതായത് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കില്ല എന്ന് തന്നെയാണ് സുധാകരൻ്റെ നിലവിലെ തീരുമാനം. ഒട്ടനവധി വിഷയങ്ങളിൽ പാർട്ടി തനിക്ക് നേടി തന്നില്ല എന്നുള്ളൊരു ആക്ഷേപം സുധാകരനുണ്ട്. നിരവധി തവണ പരാതി നൽകിയിരുന്നു പാർട്ടിക്ക്. അതായത് സാധാ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ സുധാകരനെ കടന്നാക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലും പാർട്ടിക്കെതിരെ നിലപാട് പറയുന്നു എന്നൊരു കാരണത്താൽ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ സുധാകരനെ കടന്നാക്രമിക്കുന്നു. ആ ഘട്ടത്തിൽ പാർട്ടിയെ പരാതി അറിയിച്ചെങ്കിലും നടപടിയെടുക്കുവാൻ പാർട്ടി നേതൃത്വം തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തന്നെ വേണ്ടാത്തൊരു പാർട്ടി പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നൊരു നിലപാടാണ് സുധാകരൻ എടുത്തതും. എന്തായാലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സംബന്ധിച്ച് നേരത്തെ തന്നെ സുധാകരൻ ഒരു ഡിമാൻഡ് വെച്ചിരുന്നു. അതായത് ഇത്തവണ കൂടി മത്സരരംഗത്ത് താൻ ഇറങ്ങാനുള്ള ആഗ്രഹം സുധാകരൻ നേതൃത്വത്തെ ഉൾപ്പെടെ പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ മത്സരരംഗത്ത് അത് തിരഞ്ഞെടുപ്പിൻ്റെ ഈ സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ സുധാകരൻ്റെ പേര് ഉയർന്നു വന്നെങ്കിലും ആ പേര് ഒടുവിൽ സംസ്ഥാന സെക്രട്ടറിയോട് ഇടപെട്ടുകൊണ്ട് ആ ചർച്ച അങ്ങ് അവസാനിപ്പിക്കുകയായിരുന്നു. സ്വാഭാവികമായും സംസ്ഥാന സമിതി യോഗത്തിൽ സുധാകരനൊരു പ്രതീക്ഷ ഉണ്ടാകും, അല്ലെങ്കിൽ സുധാകരനും സ്ഥാനാർത്ഥി പട്ടികയിൽ സുധാകരൻ്റെ പേരും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ G. സുധാകരൻ ഉണ്ടായിരുന്നു. പക്ഷേ അതും അസ്തമിക്കുന്ന സാഹചര്യം കൂടി ആയതുകൊണ്ട് തന്നെ ഇത്തവണ കൂടി മത്സരരംഗത്തു നിന്ന്, അതായത് തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്ന് തന്നെ പിന്മാറാം, അല്ലെങ്കിൽ ഒരു വിശ്രമ ജീവിതം എന്നൊരു തീരുമാനത്തിലായിരുന്നു സുധാകരനുള്ളത്. പക്ഷേ പാർട്ടി അത് മുഖവിലേക്ക് എടുക്കാത്ത സാഹചര്യത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തിന് ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ നേതൃത്വം ആ നിലയിലേക്ക് അനുനയ നീക്കവുമായി തുടരാനാണ് ഇനി സാധ്യതയുള്ളത്. മറ്റൊരു പ്രധാന കാര്യം
കാര്യം അടുത്ത ദിവസം തന്നെ CM മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട യോഗങ്ങൾ, പ്രധാനപ്പെട്ട പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ ജില്ലയിലുണ്ട്. 7-നാണ് മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയും സുധാകരനെ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ അനുനയിപ്പിക്കാനുള്ള നീക്കവും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ മാറ്റമോ അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളത്തിനകത്ത് തന്നെ ഒരു ചർച്ചയാകുന്ന തരത്തിലേക്കുള്ള വലിയ മാറ്റമായാലും ഈ സുധാകരന്റെ ഈ നിലപാട് മാറുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്നൊരു പ്രതീക്ഷ തന്നെയാണ് CPM നേതൃത്വത്തിനുള്ളത്. കോൺഗ്രസും സമാനമായ രീതിയിൽ സുധാകരൻ ഒരു സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് KPCC സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള KC വേണുഗോപാൽ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ശരി, എന്തായാലും ഇടഞ്ഞു നിൽക്കുന്ന സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമവുമായി CPM മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ സുധാകരൻ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഇനി ഏറെ നിർണായകം. അജയ് നാഥാണ് വിവരങ്ങൾ നൽകിയത്. സുധാകരൻ പാർട്ടിയെ ബുദ്ധിമുട്ടിക്കില്ലെന്നും അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് പാർട്ടിക്കായി ഉപയോഗിക്കുമെന്നാണ് കരുതുന്നതെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി പരിഭവങ്ങൾ ഫേസ്ബുക്കിലൂടെ പ്രകടിപ്പിച്ചെന്നേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കരുത്താണ് ഞങ്ങൾ സുധാകരൻ സാർ എന്ന് വിളിച്ചു തുടങ്ങിയ സഖാവ് സുധാകരൻ. അപ്പം അദ്ദേഹത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഇടതുപക്ഷത്തിനോ പ്രയാസമുണ്ടാക്കുന്ന യാതൊന്നും നിങ്ങളെല്ലാം കൂടി എഴുതിയും പറഞ്ഞും ചിത്രീകരിച്ചും അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ യാതൊരു തരത്തിലുള്ള മോശമായ കാര്യങ്ങളും ഉണ്ടാവില്ല. സുധാകരനെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നും കോൺഗ്രസിന് ഏറെ ബഹുമാനമുള്ള ആളാണ് സുധാകരനെന്നും VD സതീശൻ. CPM ശിഥിലീകരണം നേരിടുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞങ്ങളത് ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ എല്ലാവരും വളരെ വ്യക്തിപരമായ ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. ഞാൻ നിരന്തരമായി അദ്ദേഹത്തെ അവിടെ സംസാരിക്കുന്ന ഒരാളാണ്. വലിയ ബഹുമാനവും ആദരവുള്ള ഒരാളാണ്. ഇത് ഇപ്പൊ പറയുന്നതല്ല, പാർട്ടി വിടാൻ പോയപ്പോഴല്ല, മന്ത്രിയായിരുന്നപ്പോൾ പോലും അദ്ദേഹത്തെ കുറിച്ച് ആദരവോടുകൂടി, ഞാനൊന്നും നിങ്ങൾക്കറിയാലോ, എല്ലാ മന്ത്രിമാർക്കും അദ്ദേഹത്തെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് ഒരാളാണ്. പക്ഷെ ആദരവോടുകൂടി അല്ലാതെ അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾക്ക് ബഹുമാനവും ഇഷ്ടവുമാണ്, വളരെ ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ പോയാലും അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ജനകീയനായ നേതാവാണ് സുധാകരൻ എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അദ്ദേഹത്തിന്റെ തീരുമാനം അനുസരിച്ച് കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. സുധാകരൻ തന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അത് അവരുടെ ഇപ്പോഴും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായിട്ട് വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം. അപ്പൊ സുധാകരന്റെ കാര്യം സുധാകരനാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം തീരുമാനിക്കുമ്പോഴാണ് അദ്ദേഹം അതുകൊണ്ട് എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോഴാണ് ഞാൻ കേരളത്തിലെ മന്ത്രിമാരിൽ അഴിമതി നടത്താത്ത മന്ത്രിയാണ് സുധാകരൻ എന്ന് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി അവഹേളിച്ച നടപടി ശരിയായില്ല. ഞങ്ങൾ ആരും സുധാകരനെതിരെ ഒരു ആരോപണവും ഉയർത്തിയിട്ടില്ല. സ്വന്തം ഭാര്യയ്ക്ക് സീറ്റിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിലാണ് പാർട്ടി സെക്രട്ടറി എന്നും ചെന്നിത്തല വിമർശിച്ചു. കേരളത്തിലെ മന്ത്രിമാരിൽ ഏറ്റവും അഴിമതി നടത്താത്ത ഒരു മന്ത്രി എന്നുള്ള പേരുള്ള ആളാണത്. PWD വകുപ്പ് കൈകാര്യം ചെയ്തിട്ടും ഒരാരോപണം അദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങളാരും ഉന്നയിച്ചിട്ടില്ല. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യനായ വ്യക്തിയാണ്. 63 വർഷം പാർട്ടി പ്രവർത്തിച്ചു. സ്വന്തം കുടുംബത്തിലൊരു രക്തസാക്ഷി വരെയുണ്ട്. ആ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തെ 42 വർഷത്തോളം സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടായ അദ്ദേഹത്തെ അപമാനിച്ച് പാർട്ടി സെക്രട്ടറി അവഹേളിച്ച് നടപടി ശരിയല്ല, ഒരിക്കലും ശരിയല്ല. CPM നിർണായക സംസ്ഥാന സമിതി യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. നിയമസഭാ സെക്രട്ടേറിയറ്റിൽ ധാരണയായ സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ചു. KK ശൈലജയുടെയും PK ശ്യാമളയുടെയും സ്ഥാനാർത്ഥിത്വം സംസ്ഥാന സമിതിയിലും ചർച്ച ചെയ്യും. സുധാകരന്റെ നിലപാടുകളും സംസ്ഥാന സമിതി ചർച്ചയാകും. കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പിന്നാലെയാണ് സംസ്ഥാന സമിതി തിരുവനന്തപുരത്ത് യോഗം ചേരുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തയ്യാറാക്കിയ നിയമസഭാ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് സംസ്ഥാന സമിതി ചർച്ച ചെയ്യുകയാണ്. കണ്ണൂർ, പാലക്കാട്, ആലപ്പുഴ, ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റുകൾ നൽകിയ ലിസ്റ്റിൽ തിരുത്തലുകൾ വരുത്തിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയത്. ഇക്കാര്യം സംസ്ഥാന സമിതിയിൽ നേതാക്കളുടെ എതിർപ്പിന് കാരണമാകും. പേരാവൂരിൽ KK ശൈലജയുടെയും തളിപ്പറമ്പിൽ PK ശ്യാമളയുടെയും സ്ഥാനാർത്ഥിത്വത്തിൽ സെക്രട്ടേറിയറ്റ് തീരുമാനം സംസ്ഥാന സമിതിയിൽ വിയോജിപ്പ് ഉയർത്തും. സുധാകരന്റെ അഭിപ്രായ പ്രകടനവും സമിതി ചർച്ച ചെയ്യും. സുധാകരൻ ഉയർത്തിയ പരിഭവം നേതാക്കൾ ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമിക്കുകയാണെന്ന് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ചർച്ചകൾ പൂർത്തിയാക്കി വീണ്ടും ജില്ലാ സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്ത ശേഷം സംസ്ഥാന സമിതി ചേർന്ന് സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കാനാണ് CPM തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
LDF സർക്കാരിന് വേണ്ടി സർക്കാർ ചിലവിൽ കോടികളുടെ പരസ്യവുമായി PRD. UDF-നെ പരിഹസിക്കുന്ന തരത്തിലാണ് പരസ്യം നൽകിയിരിക്കുന്നത്. 10 വർഷം മുൻപ് മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ എന്ന അടിക്കുറിപ്പോടെയാണ് പരസ്യം. കഴിഞ്ഞ UDF ഭരണകാലത്തെ പരിഹസിച്ചും LDF സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞും സർക്കാർ പരസ്യം. പ്രമുഖ ഇംഗ്ലീഷ് മലയാളം ദിനപത്രങ്ങളുടെ മുൻ പേജുകളിൽ വാർത്തകളുടെ മാതൃകയിലാണ് സർക്കാർ ഈ പരസ്യം നൽകിയിരിക്കുന്നത്. 10 വർഷം മുൻപ് മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ എന്ന അടിക്കുറിപ്പോടെയാണ് പരസ്യം നൽകിയിരിക്കുന്നത്. പൂട്ടലിന്റെ വക്കിൽ KSRTC. ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ്. പെൻഷൻ മുടങ്ങിയിട്ട് 18 മാസം. പരീക്ഷ എഴുതിയത് പാഠപുസ്തകങ്ങൾ ഇല്ലാതെ തുടങ്ങിയ തലക്കെട്ടുകളോടെയാണ് പരസ്യം നൽകിയിരിക്കുന്നത്. മറ്റൊരു പേജിൽ ഇതേ മേഖലകളിലെ സർക്കാർ പുരോഗതിയും നേട്ടങ്ങളും വാർത്തയാക്കിയിരിക്കുന്നു. CPM-ന്റെ രാഷ്ട്രീയ പ്രചരണത്തിന് PRD നികുതി പണം ചെലവാക്കുന്നതിൽ ഇതിനോടകം വിമർശനങ്ങളും ഉയർന്നു കഴിഞ്ഞു. നാട്ടുകാരുടെ പൈസയെടുത്ത് പരസ്യം ചെയ്യുന്നതിനെ നിയമപരവും രാഷ്ട്രീയപരവുമായി നേരിടുമെന്ന് പ്രതിപക്ഷം അറിയിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റിന്റെ ആ കാലത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സർക്കാർ ചെലവിൽ ജനങ്ങളുടെ നികുതി പണത്തിന്റെ പേരിൽ നടത്തുന്നത് ഹീനമായ പ്രചരണമാണ്. അതിനെതിരായിട്ട് നിയമപരമായ നടപടിയും സ്വീകരിക്കും, രാഷ്ട്രീയമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്ത പച്ചയായ രാഷ്ട്രീയം കളിക്കുകയാണ്. ഇന്ന് PRD ഓഫീസ് AKG സെന്ററിലാണ് പ്രവർത്തിക്കുന്നത്. കോടാനുകോടി രൂപയാണ് ദൂർത്തടിച്ച് സ്വന്തം നഷ്ടപ്പെട്ട പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. റിപ്പോർട്ട് സമർപ്പിച്ചത് കോടതി അനുവദിച്ച സമയം ഇന്ന് അവസാനിക്കാനിരിക്കെയാണ്. അഡ്വക്കേറ്റ് രാജേഷ് ഉണ്ട് വിവരങ്ങളുമായി. രാജേഷ്, അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ ഹൈക്കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമർപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്വകാര്യ ഓഡിറ്ററുകൾക്ക് നൽകിയിരുന്ന രേഖകളും അതിന്റെ ബില്ലുകൾ, വൗച്ചറുകൾ ഇതെല്ലാം ഉൾപ്പെടെയാണ് ഈ ഓഡിറ്ററെയും കൂടി ഹൈക്കോടതി കക്ഷി ചേർത്തിരുന്ന കേസിൽ. അതിലാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ വരവ് ചെലവ് കണക്കുകൾ ഇനി ഹൈക്കോടതി വിശദമായി നേരിട്ട് പരിശോധിക്കുമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. മുൻപ് ഹൈക്കോടതിയിൽ അയ്യപ്പ സംഗമത്തിന് മുമ്പ് ഹൈക്കോടതിയിൽ ഇതിനെതിരെ ഹർജി വന്നപ്പോൾ 1 രൂപ പോലും ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്ന് ചെലവാക്കില്ല, എല്ലാം സ്പോൺസർഷിപ്പിലൂടെയാണ് കണ്ടെത്തുന്നത് എന്നായിരുന്നു സർക്കാരും ദേവസ്വം ബോർഡും കോടതിയിൽ നിലപാടെടുത്തത്. അത് തന്നെ ആ ഉറപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആ ഹർജി തീർപ്പാക്കിയത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇതിൽ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ നിന്നും പണം പോയിട്ടുണ്ട് എന്നുള്ളത് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് ഹൈക്കോടതി ശക്തമായ നിലപാടെടുത്തത്. ഇപ്പോൾ ഈ വരവ് ചെലവ് കണക്കുകൾ പൂർണ്ണമായും പരിശോധിച്ച ശേഷം അതിലെന്തെങ്കിലും ഹൈക്കോടതി നൽകി ഉറപ്പ് ലംഘിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പണം എത്ര നഷ്ടപ്പെട്ടു, അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി, ഇതെല്ലാം പരിശോധിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി തീരുമാനിച്ചിട്ടുള്ളത്. ഹൈക്കോടതി ഇത് വിശദമായി പരിശോധിച്ച ശേഷം കോടതിയിൽ നിന്നും ഏതെങ്കിലും ഉത്തരവുകൾ പ്രതീക്ഷിക്കാം. ശരി, അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് നടക്കുന്ന CPM വിമത കൺവെൻഷനിൽ പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി PK ശശി. തങ്ങളെ ഈ നിലയിലേക്ക് എത്തിച്ചതാണെന്ന് PK ശശി. വിമത കൺവെൻഷനല്ല, വിപ്ലവ കൺവെൻഷനാണ് നടക്കുന്നതെന്നും ശശി പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിനെതിരെയും ശശി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. മദ്യപാന സദസ്സിൽ പാർട്ടി സെക്രട്ടറിയെ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് CPM മാറിപ്പോയി എന്നും സ്പിരിറ്റ് കേസിലെ പ്രതികൾ പാർട്ടിയിലേക്ക് വരുന്നുവെന്നും ശശി പറയുന്നു. വിമത കൺവെൻഷൻ CPM-നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. PK ശശിക്കെതിരെ CPM എന്തെങ്കിലും നടപടി എടുത്തതായി അറിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല. ആരോപണങ്ങൾ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ KTDC ചെയർമാനാക്കിയത്. PK ശശി നിലപാട് വ്യക്തമാക്കിയിട്ട് പ്രതികരിക്കാമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അല്ല, PK ശശിയുടെ പേരിൽ CPM എന്തെങ്കിലും നടപടി എടുത്തായി എനിക്കറിയില്ല. അവരുടെ പാർട്ടി കോടതി ഒരു നടപടി എടുത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. CPM അന്വേഷണം പ്രഖ്യാപിച്ചു, പാർട്ടി കോടതി വെച്ചു, എന്നിട്ട് ഒരു നടപടി എടുത്തില്ല. പരസ്യമായി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തതായിട്ട് ഞങ്ങൾക്കറിയില്ല. ഇടതുപക്ഷത്തിന്റെ അസ്തിത്വം നഷ്ടമായെന്ന് മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ. ഇടതുപക്ഷത്തിനെതിരെ അണികൾ പരസ്യമായി പൊട്ടിത്തെറിക്കുകയാണ്. PK ശശി മത്സരിക്കുമെങ്കിൽ പരിഗണിക്കേണ്ടി വരുമെന്നും പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനെ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്നും K സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. താൻ മത്സരിക്കുന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കും. നാണവും മാനവും ഉണ്ടെങ്കിൽ PK ശ്യാമള തളിപ്പറമ്പിൽ മത്സരിക്കില്ലെന്നും സുധാകരൻ പറഞ്ഞു. അതിനേക്കാൾ അപ്പുറത്ത് ജനങ്ങളെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന അസ്തിത്വമാണ് ഒരു പ്രശ്നം. ആ അസ്തിത്വം കവർ ചെയ്യാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് സഹായിക്കുന്ന ആളുകളോർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അണികൾ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം.
ആറാം ദിവസവും ഇറാനിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. ടെഹ്റാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ആക്രമണം. ഇറാന്റെ മിസൈൽ ഡ്രോൺ ശേഷി നശിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ് അമേരിക്കയും ഇസ്രയേലും. ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നു. യുദ്ധം കടലിലേക്കും കൂടി വ്യാപിച്ചതോടെ ആക്രമണത്തിന്റെ വ്യാപ്തി മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ശ്രീലങ്കൻ തീരത്ത് അമേരിക്ക മുക്കിയ ഇറാൻ യുദ്ധക്കപ്പലിൽ നിന്ന് 87 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 32 പേരെയാണ് ലങ്കൻ നാവികസേന രക്ഷിച്ചത്. അമേരിക്കൻ സൈനിക അന്തർവാഹിനിയിൽ നിന്നുള്ള ടോർപിഡോയാണ് ഐറിസ്തേനയെ തകർത്തത്. വിശാഖപട്ടണത്ത് നടന്ന മിലൻ 2026 ബഹുരാഷ്ട്ര നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത ശേഷം ഇറാനിലേക്ക് മടങ്ങുകയായിരുന്നു ഐറിസ്തേന. രണ്ടാം ലോക യുദ്ധത്തിനു ശേഷം ടോർപിഡോ ഉപയോഗിച്ച് ഒരു പടക്കപ്പലിനെ US ആക്രമിക്കുന്നത് ഇതാദ്യമായാണ്. കപ്പൽ തകർത്തത് ഒറ്റ ടോർപിഡോ കൊണ്ടാണ്. US-ന്റെ അത്യാധുനിക ടോർപിഡോയായ മാർക്ക് 48 ഉപയോഗിച്ചത്. ശത്രു മുങ്ങിക്കപ്പലുകളെയും തകർക്കുന്ന ജലബോംബാണ് ഈ ടോർപിഡോ. 8 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങൾ ഇതിനാൽ തകർക്കാം. ലക്ഷ്യങ്ങൾ കണ്ടെത്തി തകർക്കാനായി പ്രത്യേക സോണാർ, സെൻസർ സംവിധാനങ്ങൾ ഇതിലുണ്ട്. ഐറിസ്തേന മാത്രമല്ല, ഇറാന്റെ 20ഓളം നാവിക കപ്പലുകൾ തകർത്തുവെന്നാണ് അമേരിക്കയുടെ അവകാശവാദം. ടെഹ്റാനിൽ ഉൾപ്പെടെ പ്രതിരോധ ആയുധ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. ഇറാന്റെ നാവികസേനയെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് US വ്യക്തമാക്കുന്നു. US മനുഷ്യാവകാശ സംഘടനയായ ഹരാനയുടെ കണക്കുകൾ പ്രകാരം ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നു. ഇസ്രയേൽ ആക്രമണങ്ങളെ തുടർന്ന് 1 ലക്ഷത്തിലേറെ ആളുകൾ ടെഹ്റാനിൽ നിന്ന് പലായനം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ച സൈനിക നീക്കത്തിന് സെനറ്റിന്റെ നിർണായക പിന്തുണ. ഇറാനിലെ വ്യോമാക്രമണം തടയാനും യുദ്ധത്തിന് കോൺഗ്രസിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാക്കാനും ലക്ഷ്യമിട്ട് അവതരിപ്പിച്ച പ്രമേയമാണ് സെനറ്റ് വോട്ടിനിട്ട് തള്ളിയത്. ഡെമോക്രാറ്റുകൾ കൊണ്ടുവന്ന പ്രമേയം പരാജയപ്പെട്ടത് 47-നെതിരെ 53 വോട്ടുകൾക്കാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സെനറ്റിൽ ട്രംപിന്റെ യുദ്ധനയത്തിന് അനുകൂലമായ നിലപാടാണ് ഭൂരിഭാഗം അംഗങ്ങളും സ്വീകരിച്ചത്. പ്രമേയം പരാജയപ്പെട്ടതോടെ തടസ്സങ്ങളില്ലാതെ ഇറാനിലെ സൈനിക നടപടികളുമായി മുന്നോട്ടു പോകാൻ ട്രംപിന് സാധിക്കും. വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തങ്ങുന്നവരുടെ ഓവർ സ്റ്റേ ഫൈൻ ഒഴിവാക്കുമെന്ന് UAE. നിലവിലെ സാഹചര്യം പരിഗണിച്ചാണിത്. 2026 ഫെബ്രുവരി 28-നോ അതിനുശേഷമോ ഉണ്ടായ പിഴകൾക്ക് ഇളവ് ബാധകമാണെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. കുവൈറ്റിൽ തെറ്റായ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ ഉറപ്പു നൽകുന്നുവെന്നും കുവൈറ്റ് ഇൻഫർമേഷൻ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യയും ഫിൻലൻഡും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബും ഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ സ്റ്റബിന് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. 6G സാങ്കേതികവിദ്യ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണവും കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള പദ്ധതികളും ഹരിത ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലെ നിക്ഷേപവുമാണ് പ്രധാന ചർച്ച. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും ആഗോള സുരക്ഷാ വെല്ലുവിളികളും ഇരു നേതാക്കളും വിലയിരുത്തി. ഫിൻലൻഡ് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷമുള്ള അലക്സാണ്ടർ സ്റ്റബിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. ഫിൻലൻഡിൽ നിന്നുള്ള ഉന്നതതല ബിസിനസ് പ്രതിനിധി സംഘവും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. വീണ ജോർജിനെ ആക്രമിച്ചെന്ന കേസിൽ KSU പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ വൈകിട്ട് 4 മണിവരെ കസ്റ്റഡിയിൽ തുടരും. തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കാനാണ് പോലീസിന്റെ നീക്കം. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. കറുത്ത തുണിയിൽ പൊതിഞ്ഞെന്ന് പറയപ്പെടുന്ന ആയുധം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. പ്രതികൾ സഞ്ചരിച്ച വാഹനം ഉൾപ്പെടെ കസ്റ്റഡിയിലെടുക്കണമെന്നും പോലീസ് ആവശ്യം ഉന്നയിച്ചിരുന്നു. കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡി അപേക്ഷ അനുവദിച്ചത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഫെബ്രുവരി 25-ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന പരാതിയിൽ KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ 5 പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുഞ്ചകൃഷിയുടെ കൊയ്ത്ത് ആരംഭിച്ചപ്പോൾ തന്നെ കിഴിവിൽ തട്ടി നെല്ല് സംഭരണം താളം തെറ്റുകയാണ്. എല്ലാ സീസണിലും കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി കിഴിവ് മാറിയതോടെ സർക്കാർ ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. പതിര് കൂടുതലുണ്ടാകുന്ന പാടങ്ങളിൽ കൃഷിക്ക് സർക്കാർ പ്രത്യേക സബ്സിഡി ഏർപ്പെടുത്തണമെന്നാണ് കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നത്. നെല്ല് സംഭരിക്കുമ്പോൾ തന്നെ കർഷകർക്ക് പണം നൽകാൻ വരും കാലങ്ങളിൽ ബജറ്റിൽ പ്രത്യേക തുക വകയിരുത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. വിതയ്ക്കുന്നത് ഒരേ ഇനം വിത്താണെങ്കിലും നെല്ലിൽ പതിര് കൂടുകയും കുറയുകയും ചെയ്യുന്നത് മണ്ണിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചാണ്. ഇതിൽ കർഷകന് ഫലപ്രദമായി ഒന്നും ചെയ്യാനില്ല എന്നതാണ് വസ്തുത. നെൽകൃഷി മോശമാകുന്ന സ്ഥലങ്ങൾ മണ്ണിട്ട് നികത്തുന്നതിനോ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനോ നിയമം അനുവദിക്കാത്ത സാഹചര്യത്തിൽ കരിനിലങ്ങളെ സർക്കാർ പ്രത്യേകം നോട്ടിഫൈ ചെയ്ത് കർഷകർക്ക് ഇത്തരം സ്ഥലങ്ങളിൽ കൃഷിക്ക് പ്രത്യേക സബ്സിഡി നൽകണമെന്നാണ് കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നത്.
ഇത്തരത്തിൽ കാലാകാലങ്ങളായിട്ട് ഇതിൻ്റെ പേരിലുള്ള തർക്കവും കൊയ്ത്ത് കഴിഞ്ഞിട്ട് കർഷകൻ ഇങ്ങനെ ഇതിനു വേണ്ടി അങ്ങേയറ്റം നിസ്സഹായനായി നോക്കിയിരിക്കുന്ന അവസ്ഥയും പരിഹരിക്കാൻ സർക്കാരിനാണ് ഉത്തരവാദിത്വം. ഇത്തരം പ്രദേശങ്ങളെ നോട്ടിഫൈ ചെയ്തുകൊണ്ട് അവിടെ വരുന്ന കിഴിവ് അല്ലെങ്കിൽ അവിടെ വരുന്ന നെല്ലിൻ്റെ ഗുണമേന്മ കുറവ് സർക്കാർ കർഷകന് വേണ്ടി സബ്സിഡി ആയിട്ട് കൊടുത്തുകൊണ്ട് ഇതിന്റെ പ്രശ്നം പരിഹരിക്കണം. നിലവിൽ കിഴിവിന്റെ പേരിൽ ഉയരുന്ന തർക്കം കർഷകനെ കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. കുട്ടനാടൻ, അപ്പർ കുട്ടനാടൻ മേഖലകളിൽ പലയിടങ്ങളിലും കർഷകർ കൃഷി ഉപേക്ഷിച്ചതിന്റെ പ്രധാന കാരണങ്ങൾ സംഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നെല്ലുവില സമയബന്ധിതമായി കിട്ടാത്തതുമാണെന്നാണ് കർഷക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത്. സംഭരിക്കുന്ന സമയത്ത് തന്നെ കർഷകന് നെല്ലുവില ലഭ്യമാക്കാൻ ബജറ്റിൽ ഇതിനായി പ്രത്യേക തുക വകയിരുത്തുക മാത്രമാണ് പോംവഴിയെന്നും സംഘടനകൾ വ്യക്തമാക്കുന്നു. കാലങ്ങളായി ഉയർന്ന ആവശ്യമാണെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിനായി ഒരു നീക്കവും നടത്തിയിട്ടില്ല. നമ്മൾ എത്രത്തോളം കൃഷി ചെയ്യുന്നുണ്ട്, ഒരു വർഷം ശരാശരി എത്ര നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഇതിനെ സംബന്ധിച്ചൊരു ഏകദേശ ധാരണയുണ്ട്. അതിനാവശ്യമായ ഫണ്ട് ഈ ബഡ്ജറ്റിൽ ഒരു കാർഷിക ബഡ്ജറ്റായിട്ട് തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് അപ്പോൾ തന്നെ കൊടുത്തു തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനമായിട്ട് മാറ്റണം. തർക്കങ്ങൾ ഒഴിവാക്കാനും സമയബന്ധിതമായി നെല്ലുവില നൽകാനുമായി സഹകരണ സംഘങ്ങൾ വഴി നെല്ല് സംഭരിക്കുമെന്ന പ്രഖ്യാപനവും ഇനിയും നടപ്പായില്ല. അടുത്ത വിരിപ്പ് കൃഷി മുതലെങ്കിലും തർക്കങ്ങളില്ലാതെ സംഭരണം നടപ്പാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. അമൃത ന്യൂസ്, കോട്ടയം. ദേശീയപാതയിൽ ഓട നിർമ്മിക്കാനെടുത്ത കുഴിയിൽ വീണ് ബൈക്ക് യാത്രികൻ മരിച്ചു. കൊല്ലം ഓച്ചിറയിലാണ് അപകടമുണ്ടായത്. ഓച്ചിറ കണ്ടലൂർ സ്വദേശി അജിയാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ശക്തമായ നിലപാടുകളും നടപടികളും സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഇനി ഉണ്ടാകേണ്ടതെന്ന് KCBC. സർക്കാരിന്റെ മദ്യനയത്തെ വിമർശിച്ചും കുറ്റപ്പെടുത്തിയും കേരള കാത്തോലിക്ക സഭയുടെ സർക്കുലർ. ഞായറാഴ്ച പള്ളികളിൽ വായിക്കാനുള്ള സർക്കുലറിലാണ് വിമർശനം. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ആർജവമുള്ള ഭരണ സംവിധാനം സംസ്ഥാനത്ത് ഉണ്ടാകണമെന്നും സർക്കുലറിൽ പറയുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, PK ശശിയെ CPM നേതൃത്വം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് PK ശശിയെ പുറത്താക്കിയിരിക്കുന്നത്. നമുക്കറിയാം, അല്പം മുമ്പാണ് വിമത കൺവെൻഷനിൽ, പാലക്കാട് നടക്കുന്ന വിമത കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് PK ശശി CPM നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ഞങ്ങൾ ആഗ്രഹിച്ചതല്ല ഈ വിമത കൺവെൻഷനെന്നും ഈ CPM ആണ്, പാർട്ടിയാണ് നമ്മളെ ഈ രീതിയിൽ എത്തിച്ചതെന്നുമാണ് CPM-നെതിരെ PK ശശി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ PK ശശിയെ CPM നേതൃത്വം പാർട്ടി അംഗത്വത്തിൽ നിന്ന്, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. പാലക്കാട് 1000-ലധികം പേരാണ് ഈ വിമത കൺവെൻഷനിൽ പങ്കെടുത്തത്. ആ ഒരു സാഹചര്യത്തിൽ CPM വളരെ വലിയൊരു പ്രതിരോധത്തിലായിരിക്കുമ്പോഴാണ് ഇപ്പോൾ PK ശശിയെ പുറത്താക്കിക്കൊണ്ട് നിർണായകമായൊരു തീരുമാനം CPM നേതൃത്വം എടുത്തിരിക്കുന്നത്. ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന മറ്റൊരു ആവേശ പോരാട്ടത്തിന് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു. T20 ലോകകപ്പിന്റെ 2ാം സെമി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് കരുത്തരായ ഇംഗ്ലണ്ടിനെ നേരിടും. ആദ്യ സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്ത് ന്യൂസിലൻഡ് ഫൈനലിലെത്തിയതോടെ അഹമ്മദാബാദിലെ കലാശപ്പോരിൽ കിവികളെ ആര് നേരിടുമെന്ന ഉത്തരം ഈ മത്സരത്തിലൂടെ അറിയാം. രാത്രി 7 മണി മുതലാണ് മത്സരം. തുടർച്ചയായ 3ാം തവണയാണ് ഒരു 2020 ലോകകപ്പ് സെമിയിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും നേർക്കുനേർ എത്തുന്നത്. 2022 ഇംഗ്ലണ്ട് വിജയിച്ചപ്പോൾ 2024 ഇന്ത്യ പകരം വീട്ടി. അതുകൊണ്ട് തന്നെ മുംബൈയിലെ പോരാട്ടം ഇരു ടീമുകൾക്കും നിർണായകമായ ടൈ ബ്രേക്കർ കൂടിയാണ്. സൂപ്പർ 8 ഘട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ തകർത്തെറിഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സൂര്യകുമാർ യാദവും സംഘവും സ്വന്തം മണ്ണിലിറങ്ങുന്നത്. ഇന്ത്യൻ നിരയിൽ മലയാളി താരം സഞ്ജു സാംസന്റെ മിന്നും ഫോമാണ് ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ വെറും 50 പന്തിൽ പുറത്താകാതെ 97 റൺസ് നേടിയ സഞ്ജുവിനൊപ്പം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഇഷാൻ കിഷനും ബാറ്റിംഗ് നിരയ്ക്ക് കരുത്തേകുന്നു. ബൌളിംഗിൽ ജസ്പ്രീത് ബുംറ നയിക്കുന്ന പേസ് നിരയും വരുൺ ചക്രവർത്തിയുടെ സ്പിൻ തന്ത്രങ്ങളും ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയെ പിടിച്ചുകെട്ടാൻ സജ്ജമാണ്. മറുഭാഗത്ത് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കിന് കീഴിൽ മികച്ച ഫോമിലാണ് ഇംഗ്ലണ്ട് ടീം. സൂപ്പർ 8-ൽ പാകിസ്ഥാനെതിരെ സെഞ്ചുറി നേടിയ ബ്രൂക്കും ഓൾറൗണ്ട് പ്രകടനവുമായി തിളങ്ങുന്ന വിൽ ജാക്സും ഇന്ത്യക്ക് വലിയ ഭീഷണിയാണ്. ആദിൽ റഷീദും ജോഫ്ര ആർച്ചറും നയിക്കുന്ന ബൌളിംഗ് നിരയും വാങ്കഡയിലെ ബാറ്റിംഗ് പിച്ചിൽ വലിയ വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ട്. ഹോം ഗ്രൗണ്ടിന്റെ ആനുകൂല്യം ഇന്ത്യക്കുണ്ട് എങ്കിലും വലിയ മത്സരങ്ങളിൽ ഇംഗ്ലണ്ടിന്റെ അപ്രതീക്ഷിത പ്രകടനം പ്രവചനാതീതമാണ്. രാത്രി 7 മണിക്ക് ആരംഭിക്കുന്ന മഹാപോരാട്ടത്തിൽ വിജയിക്കുന്നവർ മാർച്ച് 8-ന് അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ ന്യൂസിലൻഡുമായി ഏറ്റുമുട്ടും. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.